ജമ്മു കാശ്മീർ മേഖലയിൽ ഇപ്പോൾ സജീവമായിരിക്കുന്ന ഭീകര സംഘടനയിലെ അംഗങ്ങളാണ് പഹൽഗാം ആക്രമണത്തിന് പിന്നിലെന്നാണ് സുരക്ഷാ ഏജൻസികളുടെ വിലയിരുത്തൽ. 133 മുതൽ 138 വരെ ഭീകരർ മേഖലയിൽ ഇപ്പോൾ സജീവമായി ഉണ്ടെന്നാണ് സർക്കാർ രേഖകൾ വ്യക്തമാക്കുന്നത്. കാശ്മീർ താഴ്വരയിൽ മാത്രം 65 വിദേശ ഭീകരരും നാട്ടുകാരായ 13 ഭീകരരും പ്രവർത്തിക്കുന്നു. ഇതേസമയം ജമ്മു മേഖലയിൽ 52 മുതൽ 57 വരെ വിദേശ ഭീകരരും 3 പ്രാദേശിക ഭീകരരും ഉണ്ടെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം 4 ഭീകരരാണ് സഞ്ചാരികൾക്ക് നേരെ നിറയൊഴിച്ചത്. ഇതിൽ വിദേശത്തു നിന്നുള്ളവരും നാട്ടുകാരുമായ ഭീകരരും ഉണ്ടെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ആദിൽ ഗുരു, ആഷിഫ് ഷെയ്ഖ് എന്ന ആഷിഫ്, സൗജി സുലൈമാൻ ഷാ, അബൂ തൽഹ എന്നിവരാണ് ആക്രമണം നടത്തിയതെന്നാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. കൊച്ചി സ്വദേശിയായ രാമചന്ദ്രനും ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതും സ്വന്തം മകളുടെ കൺമുമ്പിൽ വെച്ച്. ഭീകരർ വന്ന് അച്ഛനോട് ഒരു വാക്ക് മാത്രമാണ് ചോദിച്ചത്. അത് എന്താണെന്ന് പോലും മനസ്സിലായില്ല എന്ന് ഹിന്ദിയിൽ പറഞ്ഞിട്ടും അവർ അച്ഛനെ വെടിവെച്ചു. അച്ഛന് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യലോ മറ്റൊന്നും നൽകേണ്ടതില്ല എന്നുള്ളത് അച്ഛൻ്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് മനസ്സിലായി. തുടർന്ന് ഞാൻ എൻ്റെ കുട്ടികളുമായി കാട്ടിലൂടെ ഓടി എന്നിങ്ങനെയാണ് കൊച്ചി സ്വദേശിയായ കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ മകൾ പറയുന്നത്. ആ വാക്കുകൾ ഇങ്ങനെ: ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ ഏരിയയിലായിരുന്നു. അവിടെ എല്ലാവരും അവരവരുടെ കുറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. സിപ്പ് ലൈൻ, ബഞ്ചി ജമ്പിങ്, കശ്മീരി ഡ്രസ്സിൽ, അങ്ങനെ എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ നടന്നപ്പോൾ പെട്ടെന്ന് ഒരു ഒച്ച, ഗൺ ഷോട്ട് ആണോ എന്ന് പോലും അറിയില്ല, ഒരു ശബ്ദമാണ് കേട്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരെണ്ണം കൂടി കേട്ടപ്പോൾ ഞാൻ കണ്ടു ഒരെണ്ണം മേലേക്ക് വെടിവെക്കും, മീൻസ് ദൂരെ അത് കണ്ടു. അപ്പം മനസ്സിലായി ടെറർ അറ്റാക്ക് ആണെന്ന് മനസ്സിലായി. അപ്പം നമ്മളെല്ലാവരും, ഞാനും അച്ഛനും മക്കളും കൂടി ഞാൻ നിലത്തേക്ക് കിടത്തി. അമ്മ ഉണ്ടായിരുന്നില്ല കൂടെ, കിടത്തി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പുറത്തേക്ക്, ഒരു ഫെൻസ്ഡ് ഏരിയ ആണ്, ഫെൻസിൻ്റെ താഴെ കൂടെ രക്ഷപ്പെട്ട് പിന്നെ ചുറ്റും കാട്, പലരും പല ഡിറക്ഷനിലാണ് ഓടുന്നത്. അങ്ങനെ ഓടി വന്നപ്പോൾ ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് വന്നു. ആ പ്രമിസസിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഓടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് വന്നിട്ട് എല്ലാവരോടും കിടക്കാൻ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കണില്ല എന്താ ചോദിക്കണേന്ന് അപ്പോൾ നമ്മൾ പല ഗ്രൂപ്പ് അവലോട് ഓടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ ഫ്രോസൺ ആവില്ല. അവിടെ ഷൂട്ട് ചെയ്തു, എന്തോ ചോദിക്കണു, ഷൂട്ട് ചെയ്യണു. അങ്ങനെ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവരൊരു സെൻറ്റൻസ് ഒന്നല്ല, ഒരൊറ്റ വേർഡാണ് ചോദിക്കണേ, കലീമ അങ്ങനെ എന്തോ ഒരു വേർഡ് ചോദിച്ചു. അപ്പോൾ മനസ്സിലായില്ല എന്ന് ഹിന്ദിയിൽ തന്നെ പറഞ്ഞു. ഇതൊക്കെ ഒരു 5 സെക്കൻഡ്സ്, വെരി സോറി. അപ്പോഴേക്കും അച്ഛനെയും എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. അപ്പം എൻ്റെ മക്കള് ട്വിൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ബോയ്സ്. അവരായിരുന്നു എൻ്റെ വേക്കപ്പ് കോൾ. അമ്മ ലെറ്റ്സ് മൂവ് എന്ന് പറയാൻ ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയായിരുന്നു. അപ്പോൾ ലെറ്റ്സ് മൂവ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിലെ മദറായിരുന്നു. പിന്നെ അപ്പോൾ അച്ഛനെ ഓൺ ദി സ്പോട്ട് ഡെഡാന്ന് എനിക്ക് മനസ്സിലായി. അച്ഛനെ ഇനി സേവ് ചെയ്യാനോ എന്തെങ്കിലും ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും അച്ഛനില്ലായിരുന്നു. ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ ഏതൊക്കെയോ വഴികളിലൂടെ ഓടി എസ്കേപ്പ് ചെയ്ത്, പിന്നെ ഞങ്ങൾ ഒരു ഗ്രൂപ്പിന് പലയിടത്തുനിന്നും വരുന്നവരെല്ലാവരും കൂടി ഒരു സ്ഥലത്തെത്തി. അപ്പോൾ ഈ ഹോസസ് റൺ ചെയ്യണ സ്ഥലം, അങ്ങനെ അതേ ഫോളോ ചെയ്ത് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് സിഗ്നൽ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം എൻ്റെ ഡ്രൈവർ മിസ്റ്റർ മുസാഫിർ, ഹീസ് ഓൾസോ എ ലോക്കൽ കശ്മീരി, അവരോട് വേഗം അറിയിച്ചു. അയാളാണ് പിന്നെ ബാക്കി അറിയിച്ച് വിത്തിൻ ഒരു 7 മിനിറ്റ്സിൽ മിലിറ്ററി വേഗം ഓടി മേലെ കയറി പോകുന്നു.